ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലോ ലേണേഴ്സ് അക്കാഡമി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 5 അറസ്റ്റ് ഹൗ മെയ്ഡ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ 43 സെക്ഷൻ വരെ ഞാൻ ഒരു ക്ലാസ്സായിട്ട് ഇട്ടു. സെർച്ച് എന്ന് പറയുന്ന വേറൊരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ 44 മുതൽ ഒരു 49 വരെയൊക്കെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ 10th ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ച് ഓഫ് പ്ലേസ് എൻറ്റേർഡ് ബൈ പേഴ്സൺ സോട്ട് ടു ബി അറസ്റ്റഡ്. സെർച്ച് ഓഫ് പ്ലേസ് എൻറ്റേർഡ് ബൈ പേഴ്സൺ സോട്ട് ടു ബി അറസ്റ്റഡ്. അതിൽ ക്ലോസ് 4, ഒരു പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാനുള്ളൊരു വാറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്നും ആ സെർച്ച് ചെയ്യേണ്ട സ്ഥലത്ത് പോയി അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സെർച്ച് ചെയ്യേണ്ട പ്ലേസിൻ്റെ ഓണർ എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്കുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അയാൾ ചെയ്തു കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഇവർക്ക് ആ വീട് പൊളിച്ചിട്ട് കയറി അറസ്റ്റ് ചെയ്യാമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ വായിക്കണമെങ്കിൽ കുറച്ചുണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് വായിക്കാം. പെട്ടെന്നൊന്ന് വായിച്ചില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. Section 44 Clause 1. If any person acting under a warrant of arrest or any police officer having authority to arrest has reasons to believe that the person to be arrested has entered into or is within any place, any person residing in or being in charge of such a place shall. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വാറണ്ട് അല്ലെങ്കിൽ ഒരു സെർച്ച് വാറണ്ട് കിട്ടിയപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഈ പ്ലേസിനകത്ത്, ഈ സ്ഥലത്തിനകത്ത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഓർ ബീയിങ് ഇൻ ചാർജ് ഓഫ് സച്ച് എ പ്ലേസ് ഷാൽ ഓൺ ഡിമാൻഡ് ഓഫ് സച്ച് എ പേഴ്സൺ ആക്ടിങ് ആസ് എഫോർസഡ് ഓർ സച്ച് പോലീസ് ഓഫീസർ അലോ ഹിം ഫ്രീ ഇൻഗ്രസ് ദെയർ ടു ആൻഡ് അഫോർഡ് ആൾ റീസണബിൾ ഫെസിലിറ്റീസ് ഫോർ എ സെർച്ച് ദെയർ. അന്നേരം അതിൻ്റെ ഓണർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന അവസരങ്ങളിൽ അവിടെ ആ ഓണർ എന്ത് ചെയ്യണം? പോലീസ് ഓഫീസർക്ക് അവിടെ കയറാനായിട്ടുള്ള അനുവാദം കൊടുക്കണം. ഒന്നും കൂടെ വായിക്കാം. ഇഫ് എനി പേഴ്സൺ ആക്ടിങ് അണ്ടർ എ വാറണ്ട് ഓഫ് അറസ്റ്റ്, ഏതെങ്കിലും ഒരു പേഴ്സൺ വാറണ്ട് ഓഫ് അറസ്റ്റിന് വേണ്ടിയിട്ട് അറസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യുകയാണ്, അതായത് ഒരു പോലീസ് ഓഫീസറുടെ കയ്യിൽ ഒരു വാറണ്ട് ഉണ്ടെന്ന് സാരം, ഓർ എനി പോലീസ് ഓഫീസർ ഹാസിങ് അതോറിറ്റി ടു അറസ്റ്റ് ഹാസ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ഹാസ് എൻറ്റേർഡ് ഇൻ ടു. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ആ പേഴ്സൺ അതിനകത്തുണ്ട് എന്നുള്ളത്. ഓർ ഈസ് വിതിൻ എനി പ്ലേസ് എനി പേഴ്സൺ റിസൈഡിങ് ഇൻ, ഏതെങ്കിലും ഒരു പേഴ്സൺ താമസിക്കുന്ന സ്ഥലത്താണ് ഇയാൾ ഉള്ളത്. ഓർ ബീയിങ് ഇൻ ചാർജ് ഓഫ് സച്ച് പ്ലേസ് ഷാൽ ഓൺ ഡിമാൻഡ് ഓഫ് സച്ച് പേഴ്സൺ ആക്ടിങ് ആസ് എഫോർസഡ് സച്ച് പോലീസ് ഓഫീസർ അലോ ഹിം allow him free ingress thereto and afford all reasonable facilities ഫോർ സച്ച് സെർച്ച് ദെയർ. അതിനകത്ത് പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സെർച്ച് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഓണർ നടത്തി കൊടുക്കണം. ക്ലോസ് 2 ഇഫ് ഇൻഗ്രസ് ടു സച്ച് പ്ലേസ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് അണ്ടർ സബ്സെക്ഷൻ. ചില സാഹചര്യങ്ങളിൽ ഈ ഓണേഴ്സ് അനുവദിക്കത്തില്ല, നിങ്ങൾ അങ്ങനെ ഇപ്പോൾ സെർച്ച് ചെയ്യേണ്ടെന്ന് പറയും. ഷാൽ ബി ലോഫുൾ ഇൻ എനി കേസ് ഓഫ് എ പേഴ്സൺ ആക്ടിങ് അണ്ടർ എ വാറണ്ട് ആൻഡ് ഇൻ എനി കേസ് ഇൻ വിച്ച് എ വാറണ്ട് മേ ബി ഇഷ്യൂഡ് but cannot be obtained without affording the person to be arrested an opportunity of escape for a police officer to enter such a place and search therein, and in order to effect an entrance into such a place, to break open any outer or inner door or window of any house or place, whether that of this person to be arrested or of any other person, if after notification of authority and any purpose and demand of admittance duly made, he cannot otherwise obtain admittance, provided that if any such a place is an apartment in or actual occupancy of a female, not being the person to be arrested, who acting into the custom does not appear in public of such a person or police officer shall, before entering such a apartment, give notice to such a female that she is at a liberty to withdraw and shall afford her every reasonable facility for withdrawing and may then break open the apartment to enter it.
എവിടെയും ഫുൾ സ്റ്റോപ്പ് ഇല്ല, അത് നിർത്താൻ പറ്റുന്നില്ല. അതായത് എൻ്റെ അർത്ഥം വേറൊന്നുമില്ല, ഒരു പോലീസ് ഓഫീസറുടെ കയ്യിൽ ഒരു വാറണ്ടുണ്ട്, അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ അയാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ചില ഈ ക്ലോസ് 2 പറയുകയാണ്, അങ്ങനത്തെ സാഹചര്യം വരാത്ത അവസരങ്ങളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ബ്രേക്ക് ഓപ്പൺ ചെയ്യാം. എവിടെയൊക്കെ ബ്രേക്ക് ഓപ്പൺ ചെയ്യാം? ബ്രേക്ക് ഓപ്പൺ എനി ഔട്ടർ ഓർ ഇന്നർ ഡോർ, പുറത്തെയുള്ള ഡോറോ അല്ലെങ്കിൽ ഇന്നർ ഡോറോ അല്ലെങ്കിൽ വിൻഡോ ഓഫ് എനി ഹൗസ്, ഏതെങ്കിലും ഒരു വീടിൻ്റെ വിൻഡോ, അയാൾ ഒളിഞ്ഞിരിക്കുന്ന വീടിൻ്റെ വിൻഡോ. അപ്പോൾ കതക്, പുറത്തെ കതവോ അകത്തെ കതവോ വിൻഡോയോ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാം. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് ഒരു പർദ്ദ ധരിക്കുന്ന ഒരു ലേഡി, ഒരു ഇസ്ലാമിക് ലേഡി, അവർ പിന്നെ പുരുഷന്മാരുടെ മുന്നിൽ വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാസ്റ്റിലുള്ളൊരു ലേഡി, അവരുടെ കസ്റ്റം അനുസരിച്ച് അവർ പുരുഷൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പുരുഷന്മാരുടെ മുന്നിലേക്ക് പോകാത്തൊരു ലേഡി ഉള്ളൊരു സ്ഥലം ആ ലേഡി താമസിക്കുന്ന ഇടമാണെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ അവിടെ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കാവൂ എന്നാണ് പറയുള്ള കാര്യം. ക്ലോസ് 3 any police officer or other person authorized to make an arrest may break open any outer or inner door or window of any house or place in order to liberate himself or any other person who, having lawfully entered for the purpose of making an arrest, is detained therein. അപ്പം അറസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് ബ്രേക്ക് ഓപ്പൺ ഇവരെ പോലീസുകാർ അകത്ത് കയറി, എനി പോലീസ് ഓഫീസർ ഓർ അതർ പേഴ്സൺ ഓതറൈസ് ടു മേക്ക് ആൻ അറസ്റ്റ് ചെയ്യാനുള്ള ആളകത്ത് കയറി മേ ബ്രേക്ക് ഓപ്പൺ എനി ഇന്നർ ഓർ ഔട്ടർ ഡോർ. എപ്പോഴാണ്? ഇദ്ദേഹത്തിന് ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, ഹാവിങ് ലോഫുള്ളി എൻറ്റേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ്. അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് നിയമപരമായി അവകാശമുള്ള ഒരു വാറണ്ട് കയ്യിലിരിക്കെ അയാൾ അതിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവിടെ അദ്ദേഹത്തിനെ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വാതിൽ ഇതേപോലെ തന്നെ വാതിൽ ഇന്നറോ ഔട്ടറോ ഡോറോ വിൻഡോയോ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അവിടുന്ന് നമുക്ക് തിരികെ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് ഇത്രയേ ഉള്ളൂ. 44 2 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. വാറണ്ടുള്ള ഒരാൾക്ക് അയാൾക്ക് ഒരു വീട് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ ഓണർക്ക് വീട് പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കുക, തുറന്നു കൊടുക്കുക എന്നുള്ളത്. അതൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ, ലേഡി താമസിക്കുന്ന വീടാണെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ അവർ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കാവൂ. അങ്ങനെ കിടക്കുന്ന പക്ഷേ എന്തെങ്കിലും തടഞ്ഞു വയ്ക്കുകയോ മറ്റേ ഡീറ്റൻഷൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. 44. ഇനി 45 എന്ന് പറയുന്നത്, എ പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർക്ക് വേണമെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് അറസ്റ്റിംഗ് വിത്തൗട്ട് വാറണ്ട് എനി പേഴ്സൺ whom he is authorized to arrest, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ള ആണെന്നുണ്ടെങ്കിൽ pursue such a person into any place in India, ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അയാളെ പിന്തുടരാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി 46 പറയാണ്, no unnecessary restraint, the person arrested shall not be subject to more restraint than is necessary to prevent his escape. അതായത് അയാളെ അറസ്റ്റിലായ വ്യക്തിയെ അവൻ രക്ഷപ്പെടുന്നതിന് തടയുന്നതിന് ആവശ്യമായ അധികമായ നിയന്ത്രണം വിധേയമാക്കരുത്. അതായത് ഇപ്പോൾ അയാൾ രക്ഷപ്പെടും എന്ന് ഉണ്ട്, പക്ഷേ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവനെ വെടിവെച്ച് കൊല്ലുകയോ അല്ലാതെ അവന് ഒരുപാട് അവന് ശരിക്കും ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ അൺനെസസറി ആയിട്ടുള്ള റിസ്ട്രെയിൻറ്റ്, തടഞ്ഞു വയ്ക്കലൊന്നും പാടില്ല. ഒരു റീസണബിൾ ആയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അയാളെ പിടിച്ചുകൊണ്ട് വരാം. ഇത്രയേ ഉള്ളൂ. 46. 47. പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആൻഡ് ഓഫ് റൈറ്റ് ടു ബെയിൽ. ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയണമെന്ന് നമ്മൾ അറസ്റ്റിലും പഠിച്ചു, ഇവിടെയും പറയുകയാണ്. ആൻഡ് റൈറ്റ് ടു ബെയിൽ, അയാൾക്ക് ബെയിൽ കൊടുക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതും പറയണം. ജസ്റ്റ് ഒന്ന് വായിക്കാം. 47 ക്ലോസ് 1 എവരി പോലീസ് ഓഫീസർ ഓർ അതർ പേഴ്സൺ അറസ്റ്റിംഗ് എനി പേഴ്സൺ വിത്തൗട്ട് വാറണ്ട് ഷാൽ forthwith communicate him to full particulars of offence for which he is arrested or other grounds of such arrest. ഒരു അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന കാരണവും അയാൾക്കുള്ള ജാമ്യ അവകാശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് എവരി പോലീസ് ഓഫീസർ ഓർ അതർ പേഴ്സൺ അറസ്റ്റിംഗ് എനി പേഴ്സൺ വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ്, അതായത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസിലാണെങ്കിൽ ഫോർത്ത് കമ്മ്യൂണിക്കേറ്റ് ഹിം ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് ഒഫൻസിൻ്റെ എല്ലാ വിശദ വിവരവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കണം.
ക്ലോസ് 2 വേറെ പോലീസ് ഓഫീസർ ആസ് വിത്തൗട്ട് വാറണ്ട് എനി പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതായത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ ഹി ഷാൽ ഇൻഫോം ദ പേഴ്സൺ അറസ്റ്റഡ് ദാറ്റ് ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ. നിങ്ങൾ ജാമ്യത്തിൽ വിടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് പറയണം. ഇവിടെ ഇതെന്ത് പറയുന്ന നോൺ ബെയിലബിൾ അല്ലാത്ത ഒഫൻസിലാണ്, അതായത് ബെയിലബിൾ ഒഫൻസിലാണ് തിരിച്ചിങ്ങനെ വന്നിരിക്കുന്നതേ ഉള്ളൂ സെൻറ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണം നിങ്ങൾക്ക് ജാമ്യം കിട്ടാനുള്ള അവകാശം ഉണ്ടെന്നും പറയണം. ദാറ്റ് ഹി മേ ബി അറേഞ്ച്ഡ് ഫോർ ഷുവർട്ടീസ് ഓൺ ദിസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുവർട്ടി അറേഞ്ച് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ കോമൺ മാനും അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളാണ്. ഇനി അടുത്ത 48 ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ മേക്കിംഗ് അറസ്റ്റ് ടു ഇൻഫോം അബൌട്ട് അറസ്റ്റ് ഓർ റിലേറ്റീവ് ഓർ ഫ്രണ്ട്. ഇപ്പം ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ റിലേറ്റീവ് അറസ്റ്റിനെ കുറിച്ച് പറയാനും അയാളുടെ റിലേറ്റീവ്സിനെ അറിയിക്കാനുള്ള ഒരു ചുമതലയുണ്ടല്ലേ, ഒബ്ലിഗേഷനാണ് പറയുന്നത്. 48 ക്ലോസ് 1 എവരി പോലീസ് ഓഫീസർ every police officer or other person making any arrest under this Sanhita shall forthwith the information regarding such arrest and place where the arrested person is being held to any of his relatives, friends or such other person as may be disclosed or nominated by the arrested person for the purpose of giving such information and also to the designated police officer in the district. അപ്പം ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആ ഡിസ്ട്രിക്റ്റിലുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അറസ്റ്റ് വിവരം പറയാം, എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയാം എന്നുള്ള അധികാരവും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല ആ പോലീസ് ഓഫീസർക്കുണ്ട്. ദ പോലീസ് ഓഫീസർ ഷാൽ ഇൻഫോം ദ അറസ്റ്റഡ് പേഴ്സൺ ഓഫ് ഹിസ് റൈറ്റ്സ് അണ്ടർ സബ്സെക്ഷൻ 1 as soon as he brought to the police station. പെട്ടെന്ന് തന്നെ അയാളെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. ആൻഡ് എൻട്രി ഓഫ് ദി ഫാക്ട് as to who has been informed of the arrest of such a person shall be made in a book to be kept in the police station in such a form as the state government may by rules provide. സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് അവിടെ ഒരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് അതിനകത്ത് ആരെയാണോ വിളിച്ചറിയിച്ചതെന്നുള്ളതിൻ്റെ എൻട്രി, അവരുടെ ഫോൺ നമ്പറോ അവരുടെ പേരോ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒക്കെ എഴുതി സൂക്ഷിക്കണം, അല്ലെങ്കിൽ പോലീസുകാർക്ക് പിന്നീട് പണി കിട്ടും. ക്ലോസ് 4 ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മജിസ്ട്രേറ്റ് ബിഫോർ ഹൂം സച്ച് അറസ്റ്റഡ് പേഴ്സൺ ഈസ് പ്രൊഡ്യൂസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് സച്ച് സബ്സെക്ഷൻ ക്ലോസ് 2 ആൻഡ് സബ്സെക്ഷൻ 3 ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത് റെസ്പെക്ട് ടു സച്ച് അറസ്റ്റഡ് പേഴ്സൺ. അപ്പം മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലേ പറയുന്നത്, 24 hours വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം കംപ്ലൈ ചെയ്തോ, പോലീസുകാർ ഈ കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്തോ എന്ന് നോക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും മജിസ്ട്രേറ്റിനുണ്ട്. സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. അപ്പോൾ ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ഓഫ് അറസ്റ്റഡ് പേഴ്സണും പറഞ്ഞു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആളെ സെർച്ച് ചെയ്യാനുള്ള ഒരു അധികാരവും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതായത് whenever a person is arrested by a police officer under a warrant which does not provide for taking of bail or under a warrant which provides for the taking of bail for but such a person is arrested cannot furnish bail. അപ്പം ബെയിൽ കിട്ടാവുന്ന ഏതെങ്കിലും ചാൻസ് ഉള്ളതോ അല്ലെങ്കിൽ ബെയിലിൽ പോകാൻ പറ്റാത്തതോ ഏതായാലും ശരി അങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷേ അയാൾ ബെയിൽ എടുത്തില്ല എങ്കിൽ എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ ഒരു പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ ഓർ എ പ്രൈവറ്റ് പേഴ്സൺ അണ്ടർ എ വാറണ്ട്. പ്രൈവറ്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അറസ്റ്റ് ചെയ്ത് ഒരു പ്രൈവറ്റ് പേഴ്സണ് ചെയ്യാമോ എന്നൊക്കെ ഉള്ളത്. ആൻഡ് കനോട്ട് ബി ലീഗലി അഡ്മിറ്റഡ് ടു ബെയിൽ ആൻഡ് ഇറ്റ് ഈസ് അണേബിൾ ടു ഫർണിഷ് ബെയിൽ. അപ്പം ലീഗലി ബെയിൽ കൊടുക്കാൻ പറ്റാത്ത നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, അല്ലെങ്കിൽ ഈസ് അണേബിൾ ടു ഫർണിഷ് ഫർണിഷ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഓഫീസർ മേക്കിംഗ് ദ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഓഫീസർ വെൻ ദ അറസ്റ്റ് ഈസ് മെയ്ഡ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ ദ പോലീസ് ഓഫീസർ ഹൂം ഹി മേക്സ് ഓവർ ദ പേഴ്സൺ അറസ്റ്റഡ്. ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ കൺസേൺഡ് പോലീസ് ഓഫീസറെ ഈ അറസ്റ്റഡ് പേഴ്സണെ കൈമാറണം അല്ലേ. അപ്പോൾ ആ കൺസേൺഡ് പോലീസ് ഓഫീസർ മേ സെർച്ച് സച്ച് എ പേഴ്സൺ ആൻഡ് പ്ലേസ് ഇൻ സേഫ് കസ്റ്റഡി ഓൾ ആർട്ടിക്കിൾ അതർ ദാൻ നെസസറി വെയറിംഗ് അപ്പാരൽസ്. എല്ലാ ആർട്ടിക്കിൾസും പരിശോധിക്കണം. ഏതൊക്കെയാണ് നെസസറി വെയറിംഗ് അപ്പാരൽ, അയാളുടെ ഉടുപ്പും മറ്റേ ഇന്നേഴ്സൊന്നും അല്ലാതെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പരിശോധിക്കുക. ഫൗണ്ട് അപ്പോൺ ഹിം ആൻഡ് വേർ എനി ആർട്ടിക്കിൾ ഈസ് സീസ്ഡ് ഫ്രം എ അറസ്റ്റഡ് പേഴ്സൺ. അയാളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എ റെസീപ്റ്റ് ഷോയിങ് ദ ആർട്ടിക്കിൾ ടേക്കൺ ഇൻ
പൊസഷൻ ബൈ ദ പോലീസ് ഓഫീസർ ഷാൽ ബി ഗിവൺ ടു സച്ച് പേഴ്സൺ. നമ്മളിപ്പോൾ കാണാറില്ലേ, അറസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ മൊബൈൽ ഫോണ്, പേഴ്സ്, പിന്നെ ഐഡൻറ്റി കാർഡ് എന്തെങ്കിലുമൊക്കെ അയാളെ നിന്ന് പിടിച്ചെടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു റെസിപ്റ്റിൽ എഴുതി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പിന്നെ എന്താ 3-ാം സ്ഥാനത്ത് അതൊക്കെ തിരിച്ചെടുക്കുന്ന നമ്മൾ വക്കീലന്മാരങ്ങനെ എടുക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെനെവർ ഇറ്റ് ഈസ് നെസസറി ടു കോസ് എ ഫീമെയിൽ ടു ബി സെർച്ച്ഡ്, ഒരു ഫീമെയിലിനെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദ സെർച്ച് ഷാൽ ബി മെയ്ഡ് ബൈ അനദർ ഫീമെയിൽ വിത്ത് സ്ട്രിക്റ്റ് റിഗാർഡ് ടു ഡീസൻസി. ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം, ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഫീമെയിൽ ഓഫീസർ തന്നെ ആയിരിക്കണം അവരെ അറസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. 49 വരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത 50 പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.